ഹായ് ഹലോ ഡിയേഴ്സ് ഫോറസ്റ്റ് നൈറ്റീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിംഗ് പാർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സ്റ്റിച്ചിങ് പാർട്ടാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഫുൾ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല. നമ്മുടെ അതായത് കുഞ്ഞ് പീസുകളൊക്കെ ഉണ്ടല്ലോ, സ്ലീവ്, അതേപോലെ തന്നെ നമ്മൾ വള്ളി, ക്രോസ് പീസ്, പ്ലേറ്റ്, ഫ്രില്ല്, ഇതൊക്കെയാണ് നമ്മൾ ഈ പാർട്ടിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോഡി പാർട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഒരുപാട് ലെങ്ത് ആയി പോയാലും കാണുന്നവർക്ക് കൂടുതലും മുഷിവ് തോന്നും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഈ വീഡിയോ ഇടുന്നത്. ആദ്യമേ തന്നെ ഈ വേസ്റ്റ് പീസുകളൊക്കെ വെട്ടി മാറ്റി. ഇത് ക്രോസ് പീസാണ്. ഇത് രണ്ടും ഇതേപോലെ ജോയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നിച്ച് വെച്ചെടുക്കാനാണ് നോക്കിയത്. പക്ഷേ അത് സംഭവം നടന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ നൂല് പൊട്ടിച്ചിട്ട് ഇതേപോലെ മറ്റേ പീസും ഇതും കൂടി അതിൻ്റെ നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മളത് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം ഈ കുഞ്ഞു പീസുകൾ, അതായത് നമ്മുടെ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യാനുള്ള കുഞ്ഞു പീസുകളൊക്കെയാണ് ആദ്യമേ തയ്ച്ചെടുക്കുന്നത്. ഇതിൽ ഈസി ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൂല് പൊട്ടിക്കാതെ തന്നെ അടുത്തടുത്ത പീസുകളൊക്കെ വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നൂല് പൊട്ടി പോകത്തില്ല, പെട്ടെന്ന് നൂല് കൊടുക്കത്തില്ല, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വരത്തില്ല കേട്ടോ. അതിനൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പള്ളിയുടെ പീസാണ് തയ്ക്കുന്നത്. ആദ്യമേ കെട്ടിട്ട്, അതായത് കാലിൻ്റെ രീതിയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇതേപോലെ തയ്ച്ചെടുക്കുന്നത്. തയ്ച്ച് സൂചി കുത്തി നിർത്തിയിട്ട് എങ്ങനെ പാകത്ത് ഇതേപോലെ ലെവൽ ചെയ്ത് നിർത്തുക കേട്ടോ. അതിനുശേഷം നമ്മൾ ക്രോസ് പീസിൻ്റെ തുണി എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. മാറ്റിയതിന് ശേഷം അടുത്ത് നമ്മൾ വള്ളിയുടെ പീസ്, അടുത്ത പീസ് അത് ഇതേപോലെ കുത്തി നിർത്തിയിട്ട് ഒന്നും കൂടി തിരിച്ചിട്ട് നമ്മളൊരു തയ്യലും കൂടി ഇടുകയാണ് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് തയ്യൽ നമ്മൾ വള്ളിയല്ലേ തിരിച്ചിടുമ്പോഴത്തേക്ക് തയ്യൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തയ്യലും കൂടി അധികം ഇട്ടത്. ഇതേപോലെ തന്നെ അടുത്തതും കെട്ടിട്ട് തുടങ്ങി അതേപോലെ കൊണ്ടുവന്ന് അവസാനം എഞ്ചി പോയിന് കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ചിട്ടിട്ട് അതിന് 2 തയ്യലാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. എന്നിട്ട് ആ വേസ്റ്റ് വരുന്ന തുണികളൊക്കെ മുറിച്ച് മാറ്റുക. ഇതേപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. ഇനി അടുത്ത് വേസ്റ്റ് വരുന്ന തുണിയൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം നമ്മളത് ഒതുക്കി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്തതിന് ശേഷം നമുക്ക് തന്നെ സ്ലീവിൻ്റെ പാർട്ട് എടുക്കാം. സ്ലീവിൻ്റെ പാർട്ട് എടുത്തതിന് ശേഷം ഒരു പീസ് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മാർക്കിങ്, അതായത് നമ്മൾ തയ്യലിൽ എവിടെ നിന്ന് തുടങ്ങണം, പ്ലീറ്റിട്ട് തുടങ്ങണം എന്നുള്ള ഭാഗങ്ങളൊക്കെ അത് ഇതേപോലെ നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. 2 തുണിയിലും നന്നായിട്ട് മാർക്ക് ചെയ്ത് ഇതേപോലെ നിവർത്തി എടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിർത്തിയിട്ട് നൂലിൻ്റെ മാർക്കിങ്ങിൻ്റെ ഭാഗം കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ കഴിവതും ശ്രമിക്കുക കേട്ടോ. എന്നാലേ ആ തയ്ക്കുന്ന തുണിക്ക് നല്ലൊരു ഭംഗി, പഫ് സ്ലീവിന് നല്ലൊരു ഭംഗി കാണത്തുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ അത് അടുത്ത പീസ് എടുത്തിട്ട് അത് നൂല് പൊട്ടിക്കാത്തത് തന്നെ അടുത്ത പീസ് നമ്മൾ ഇതേപോലെ എടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ നൂല് പൊട്ടിക്കാതെ ചെയ്യുന്നതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല. അതേപോലെ തന്നെയാണ് നൂല് കുരുങ്ങാതിരിക്കാനും അതേപോലെ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഈസി ട്രിക്കാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതേപോലെ വെച്ച് കുഞ്ഞ് പ്ലേറ്റ് ഇടുക. നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് പ്ലേറ്റ് ഇടുമ്പോഴത്തേക്ക് നല്ലതുപോലെ റൗണ്ടിന് കൊണ്ടുവന്ന് അറ്റം വെച്ച് വേണം പ്ലേറ്റ് ഇട്ട് എടുക്കാൻ കേട്ടോ. കുഞ്ഞു ഞൊറിവിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രോക്ക് നൈറ്റി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതേപോലെ ഒരറ്റം ഫിനിഷ് ചെയ്തിട്ട് അടുത്ത അറ്റം വരുമ്പോഴത്തേക്ക് മുറിച്ച് മാറ്റിയിട്ട് ഇതേപോലെ വെച്ച് കുഞ്ഞു മുറിവുകളിട്ട് എടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ വർക്ക് തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഈ കുഞ്ഞു പീസുകൾ തയ്ച്ചെടുക്കുന്നത്. അതേപോലെ തയ്ച്ചെടുത്ത പീസുകൾ സൂക്ഷിച്ച് മാറ്റി വയ്ക്കാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. പീസുകൾ എങ്ങും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കറിയത്തില്ല കേട്ടോ. അവർ എടുത്ത് വെച്ച് കളിക്കുകയും ഒന്ന് തട്ടി താഴ്ത്തിയിട്ടാൽ മതി, പീസുകളൊക്കെ മാറി തിരിഞ്ഞൊക്കെ പോവുക. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് അങ്ങനെയുള്ള പീസുകളൊക്കെ മാറ്റി സൂക്ഷിച്ചെടുത്ത് വയ്ക്കാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ എടുക്കുക. അടുത്ത് നമ്മൾ താഴത്തെ ഫ്രില്ലിടുന്ന ഭാഗത്ത് തുണിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് ഞാൻ നെക്കിൻ്റെ ഭാഗം, അതായത് നമ്മൾ ഫ്രണ്ട് നെക്ക് വെട്ടി തയ്ക്കാനുള്ള പോർഷൻ വെട്ടി മാറ്റാൻ ഞാനത് വിട്ടുപോയായിരുന്നു. അപ്പോൾ അത് ഇതേപോലെ ഒരു 10 ഇഞ്ചോളം നീളം എടുത്ത് നമ്മളത് മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ അകത്തോട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് തുണി എന്തെങ്കിലും ഇട്ടടിക്കാമായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തോട്ട് തിരിച്ചിട്ട് തയ്ക്കാനാണ് നമുക്ക് ഓർഡർ കിട്ടിയത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഫ്രണ്ട് ഭാഗത്ത് തയ്ക്കാൻ വേണ്ടി കുറച്ച് തുണി
അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുക്കുന്നത്. ഇത്രയും വെട്ടിയെടുത്താലും നമുക്ക് ഫ്രില്ലിന് ഒരുപാട് തുണികൾ ഉണ്ടാകും. നമ്മളത് നന്നായിട്ട് കുഞ്ഞു ഞുറുവിട്ടെടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അത് ഇതേപോലെ നെക്കിൻ്റെ ഭാഗം എടുത്തിട്ട് തിരിച്ച്, അതായത് നല്ല ഭാഗവും കൂടി ചേർത്ത് വെച്ചിട്ട് അറ്റം വെച്ച് നീളത്തിൽ നമ്മളൊരു തയ്യലിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. തയ്യലിട്ടതിന് ശേഷം നമ്മളിത് പതിച്ച് തിരിച്ചൊന്നും കൂടി അടിക്കും. അതായത് ഇങ്ങനെ വെട്ടിയെടുക്കുന്നതിനേക്കാൾ നമുക്ക് മുറിച്ചെടുത്തിട്ട് നൂല് മുറിച്ചെടുത്തിട്ട് പെട്ടെന്ന് തിരിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. ഫ്രില്ലിടാനുള്ള പീസും കൂടി എടുത്ത് ഫ്രില്ലിട്ടതിന് ശേഷം നമുക്ക് ഇത് അവസാനം വരുള്ളൂ, അന്നേരം നമ്മളത് തിരിച്ചിട്ട് അടിക്കുക ചെയ്യുന്നത്. ഇത് നമ്മൾ മുറിച്ച്, അതായത് നെക്ക് മുറിച്ച ഭാഗത്ത് ഒരു പാർട്ട് എടുത്ത് മാറ്റിയിട്ട് താഴെ വെക്കാനുള്ള വേറൊരു പാർട്ട് കൂടി ഉണ്ടാവും, അതുകൂടി എടുത്തിട്ട് ഇതുമായിട്ട് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം അതിന് ശേഷം മാത്രമാണ് നമ്മളിത് പ്ലീറ്റ് ഇട്ട് എടുക്കുന്നത് കേട്ടോ. ഇതേപോലെ അറ്റമൊക്കെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. റെഡിമെയ്ഡ് അടിക്കുന്നതിനെ കൊണ്ട് ഒറ്റ തയ്യൽ ഇടുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ സ്റ്റിച്ച് എടുത്തിട്ട് ഇടാനും കൂടി ശ്രദ്ധിക്കണം. അകത്തെ ഭാഗത്ത് ഇവിടെ മാച്ച് ചെയ്യാത്തത് വേറൊരു കളർ നൂല് കൊണ്ടാണ് അടിക്കുന്നത്. അപ്പം പുറം ഭാഗത്ത് ഇതൊന്നും അറിയില്ല കേട്ടോ. റെഡിമെയ്ഡ് തുണികൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അകത്ത് ഭാഗത്തുള്ള തുണിയുടെ നൂലും വേറെ ആയിരിക്കും, ഫ്രണ്ട് ഭാഗത്ത് ആ കളർ അറിയത്തതുമില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഇതേപോലെ നെക്കിൻ്റെ ഭാഗത്ത് ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് തന്നെ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതേപോലെ കുഞ്ഞു ഞുറിവ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കറക്റ്റ് നമുക്കൊരു മെഷർമെൻറ്റിൽ നമ്മൾ പ്ലേറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നീറ്റായിട്ട് കൂടി കിട്ടും. അതേപോലെ ഇങ്ങനെ തയ്ക്കുമ്പോഴത്തേക്ക് സൂചി കൈ പൊട്ടി കയറാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ബട്ടൺ ഹോളറോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ത്രെഡ് കട്ടറോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതേപോലെ അകത്തോട്ട് നീക്കി വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് പ്ലേറ്റ് ഇട്ട് എടുക്കാം. ഇതേപോലെ പ്ലേറ്റ് ഇട്ടെടുക്കാം. അതേപോലെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരും തയ്യൽ, അതായത് ഈ ഫ്രോക്ക് നൈറ്റിയുടെ തയ്യൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്താനും കൂടി മറക്കരുത്. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അന്നേരമുള്ള പീസുകളൊക്കെ മാറ്റി സൂക്ഷിച്ച് വയ്ക്കുക. അത് ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഫ്രില്ലിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ തുണിയും മടക്കി മാറ്റി വയ്ക്കുക. തുണികളൊന്നും മാറിപ്പോകാതെ സൂക്ഷിച്ച് തന്നെ വെക്കണം കേട്ടോ. ഇതേപോലെ അടുത്തത് നമ്മൾ കെട്ടിട്ടെടുത്തിട്ടുണ്ട്. അത് ആ നൂല് പോകാതെ തന്നെ 1 ഇഞ്ചോളം ശകലം ഗ്യാപ്പിട്ട്, 1 ഇഞ്ച് എന്ന് പറയുന്നത് 1.5 ഇഞ്ച്, ചിലപ്പോൾ 2 ഇഞ്ചൊക്കെ ആവാം കേട്ടോ. ഇതേപോലെ ഇട്ടിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് ഫുള്ള് ഇതേപോലെ അടിച്ചെടുക്കുക. അപ്പം ഇത് അടിച്ചെടുത്തതിന് ശേഷം ഈ കാണുന്ന വള്ളി, അതായത് നമ്മൾ സ്ലീവ് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം അത് സ്ലീവിൻ്റെ അറ്റ ഭാഗം നമ്മൾ തിരിച്ച് മറിച്ചടിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് നൂലൊന്നും മുട്ടുകയായിരിക്കും ഇട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധാരണ ഇതേപോലെ സ്ലീവിൻ്റെ നല്ല വശവും നമ്മൾ ഈ കുഞ്ഞു പീസ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ മോശം വശവും ചേർത്ത് വെച്ചാൽ ഇതേപോലെ അറ്റം വെച്ച് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ബാക്കി കുറച്ച് പീസ് ഉണ്ടാവും, അത് മുറിച്ച് മാറ്റുക. ഇതാ സ്ലീവിൻ്റെ ഭാഗത്ത്. എന്നിട്ട് നമ്മൾ ആ അടിച്ച് വെച്ചേക്കുന്ന ഇതുണ്ടല്ലോ, തുണിയുണ്ടല്ലോ, അത് ഇതേപോലെ നന്നായിട്ട് നിവർത്തി വെച്ചിട്ട് തിരിച്ച് വെക്കണം. അത് ഇതേപോലെ തിരിച്ച് വെച്ച് നഖം കൊണ്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് നിന്നോളൂ. നമ്മളവിടെ തയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. തയ്ക്കേണ്ട ആവശ്യമുള്ളവർ തയ്ക്കുക. ഇതിപ്പം റെഡിമെയ്ഡ് ആയതിനെ കൊണ്ട് നമ്മൾ പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് വേണ്ട ഇതേപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുത്തതിന് ശേഷം ആ തുണി ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അമർത്തി നഖം കൊണ്ട് ഇതേപോലെ അമർത്തി കൊടുത്താൽ കോട്ടൺ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ഇരുന്നോളും കേട്ടോ. ചിലർ അയൺ ചെയ്യും, നമ്മളതിന് പോകുന്നില്ല. അത് ഇതേപോലെ നഖം കൊണ്ട് അമർത്തി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി നമ്മളുടെ ഒരു തയ്യൽ അവിടെ കാണുന്നുണ്ടാവും കേട്ടോ. ആ തയ്യൽ കാണാത്ത രീതിയിൽ ഈ തുണി അങ്ങോട്ട് മടക്കി വെച്ച് ഇതേപോലെ അറ്റം വെച്ച് നല്ല നീറ്റായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു പീസിൻ്റെ വർക്കുകളൊക്കെ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ ചെയ്ത് തീർത്തതിന് ശേഷം നമ്മൾ ബോഡി പാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമ്മുടെ തയ്യൽ ഫിനിഷ് ചെയ്തെടുക്കാനും കൂടി പറ്റും കേട്ടോ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.
വീഡിയോ അടുത്ത ബോഡി പാർട്ടിങ്, അതായത് നെക്കിൻ്റെ ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നതും ഫ്രണ്ട് നെക്ക് തയ്ക്കുന്നതും സിബ് വയ്ക്കുന്നതൊക്കെ അടുത്ത പാർട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും, അതായത് ഞാൻ ഈ തയ്ക്കുന്നതിൽ എന്തെങ്കിലും പാഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്നും അറിയിക്കാൻ മറക്കാതെ ചെയ്യുക കേട്ടോ. ഇതേപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അധികം വരുന്ന തുണികളൊക്കെ അന്നേരം മുറിച്ച് മാറ്റുക. അത് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ അധികം വരുന്ന തുണികളൊക്കെ അന്നേരം മുറിച്ച് മാറ്റാനും കൂടി ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ചേർത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ചുളിവും ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ പെട്ടെന്ന് ഇത് തയ്ച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. പഫിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഇരിക്കും, താഴത്തെ ഭാഗം ഇങ്ങനെ ഇരിക്കും. കഴിവതും തുണികളൊന്നും ചുളുക്കൊന്നും വരാതെ നന്നായിട്ട് തയ്ച്ചെടുക്കാനും കൂടി ശ്രമിക്കുക കേട്ടോ. താങ്ക്